നോർത്ത് ഭാഗത്ത് നമുക്കൊരു വാട്ടർ ആക്ടിവേഷൻ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ചെയ്യും. വാട്ടർ എലമെന്റ് തെക്ക് വശത്ത് വന്നാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാവും. വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കറക്റ്റ് ഡയറക്ഷൻസിൽ നമ്മൾ വാട്ടർ എലമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാട്ടറിന് സാധിക്കും. അരോന മത്സ്യം എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യം ഫുങ്ഷോയിൽ പറയുന്നു. അത് നമുക്ക് നോർത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തെ ലെവലിലോട്ട് നമുക്കൊരു എനർജി അവിടെ ഉണ്ടാവും. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷോയ് കൺസൾട്ടന്റ് സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, ഈ തെക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗണ്ടനോ അല്ലെങ്കിൽ ഈ വെള്ളോ അങ്ങനെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ദോഷം അല്ലെങ്കിൽ ഗുണം നമ്മുടെ വീടിനുണ്ടാക്കുമോ? നമുക്ക് ഫുങ്ഷോ പ്രകാരം ഒരു 5 എലമെന്റിന്റെ ഒരു തിയറിയാണുള്ളത്. അപ്പോൾ 5 എലമെന്റ് എന്ന് പറയുന്നത് എർത്ത്, മെറ്റല്, വാട്ടർ, വുഡ്, ഫയർ. ഇതാണ് ഈ 5 എലമെന്റ്സ്. അപ്പം വീടിന്റെ ഓരോ ദിക്കുകളിലും ഈ ഓരോ എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും 5 എലമെന്റ് അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും കൂടെ ഇത് വരുമെന്ന് ചോദിക്കും. ഈ 5 എലമെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എർത്ത് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വുഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റൽ എലമെന്റും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം വാട്ടറും ഫയറും അതാത് ഡയറക്ഷൻസിൽ മാത്രമേ ഉള്ളൂ, അത് ഓരോ സ്ഥലങ്ങളിലേ ഉള്ളൂ, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വാട്ടർ എലമെന്റ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. കാരണം ഫെങ്ഷുയുടെ 5 എലമെന്റുകളിൽ ഒന്നാണ്. ഈ വാട്ടർ എലമെന്റ് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത്രയും എടുത്തു പറയാൻ അത് കറക്റ്റ് അതിൻ്റെ ഒരു മീനിങ് അതിൻ്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം. കാരണം അത്രത്തോളം ഒരു എനർജി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അടുത്ത സമയത്ത് കൺസൾട്ടിങ്ങിന്റെ കാര്യങ്ങളായിട്ട് മലേഷ്യക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാട്ടറിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സ്റ്റാർ ഹോട്ടലുകളിലും അവിടെ ഞാൻ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ഓരോ ഫൗണ്ടൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വ്യക്തമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര റിസൾട്ടാണ് ആ ഫൗണ്ടൻ കൊടുക്കുന്നത്. അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കറക്റ്റ് ഡയറക്ഷൻസിൽ നമ്മൾ വാട്ടർ എലമെന്റ് കൊടുക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടായാലും ശരി തന്നെ സാമ്പത്തികമായിട്ടായാലും ശരി തന്നെ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ വാട്ടറിന് സാധിക്കും. അതേസമയം അതിന്റെ ദിശ മാറി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വാട്ടർ, ഫയർ രണ്ട് ഓപ്പോസിറ്റ് എലമെന്റുകളാണല്ലോ. അപ്പോൾ വാട്ടറിന്റെ ഏരിയ നോർത്തിലാണെങ്കിൽ ഫയറിന്റെ ഏരിയ സൗത്തിലാണ്. അപ്പോൾ സൗത്തിൽ ഫയർ ആണ്, സൗത്തിൽ എലമെന്റ് ഫയർ ആണ്, അഗ്നി. അപ്പോൾ ഈ നോർത്തിൽ വരുന്ന ഈ വാട്ടർ എലമെന്റ് നമ്മളിപ്പം ഭൂമിക്ക് അടിയിലായാലും ശരി തന്നെ പുറമേ ആയാലും ശരി തന്നെ തെക്ക് വശത്ത് വന്നാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാവും. അത് സെപ്റ്റിക് ടാങ്ക് ആയാലും ശരി തന്നെ, കുടിവെള്ളം ആയാലും ശരി തന്നെ, ഒരു ഫൗണ്ടൻ ആയാലും ശരി തന്നെ. പക്ഷെ അപൂർവം ചില വീടുകളിൽ ചെറിയ ഫൗണ്ടനുകൾ സൗത്തിൽ വെച്ചിട്ട് പിന്നെ ഫെങ്ഷുയിൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി വെക്കുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ട്. അത് അത്രത്തോളം സൂക്ഷ്മമായ അതിന്റെ കണക്കുകളെ പരിശോധിച്ചിട്ട് ഒരു ഫെങ്ഷു കൺസൾട്ടന്റ് കൊണ്ടുപോയി ചെയ്യുന്നതാണ്. അതിന് അതിൻ്റെതായിട്ടൊരു സ്പോട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു ചെറിയ, അതായത് സൗത്തിലായതുകൊണ്ട് ഒരു ചെറിയ വാട്ടർ ആക്ടിവേഷൻ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും അവിടെ ശരിയാണെങ്കിൽ മാത്രമാണ്. അല്ലാതെ നമ്മൾ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ വാസ്തുപ്രകാരമാണെങ്കിലും ശരി തന്നെ കുഴിയോ വെള്ളമോ ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് ശുദ്ധജലമായാലും ശരി തന്നെ, മലിനജലമായാലും ശരി തന്നെ. സർ, ഇപ്പോഴത്തേക്ക് വീടുകളുടെ കൺസ്ട്രക്ഷനിലാണെങ്കിലല്ലേ നമ്മളത് എസ്തെറ്റിക്കലി കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഫൗണ്ടൻസ് കൊടുക്കുന്നവരുണ്ട്. അത് മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒന്നേ കയറുന്ന എൻട്രിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മെയിൻ ഹോൾ, അതായത് എല്ലാവരും കാണുന്ന രീതിയിലായിരിക്കും അവരത് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അത് വാസ്തുപരമായി എപ്പോഴും ശരിയാകണം എന്നില്ല എന്നാണോ സാർ ഈ തിയറി? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ഫൗണ്ടൻ വെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു വാട്ടർ ആക്ടിവേഷൻ വീടിനകത്തും പുറത്തും ഉണ്ടായിരിക്കണം. അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അത് അതിന്റെ ശരിയായ ഡയറക്ഷനിലായിരിക്കണം. ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു ഫൗണ്ടൻ വീട്ടിൽ വെക്കാൻ തീരുമാനിക്കുന്നു, അതിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻസ് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. സാർ, അങ്ങനെയാണെങ്കിൽ ഈ ഫൗണ്ടൻ പോലുള്ളത് ഏത് ഭാഗത്ത് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ജലം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെങ്കിലും ഏതൊരു ഡയറക്ഷനിലേക്കും കറക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്താൽ അത് വെൽത്ത് കൊണ്ടുവരുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഫെങ്ഷുയുടെ ബേസിക് തിയറി അനുസരിച്ചിട്ട് ഏതൊരു വീടിന്റെയും നോർത്ത് ഭാഗത്ത് നമുക്ക് വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ വീടിന്റെ ഓരോ ദിക്കളും ഓരോ സൗഭാഗ്യങ്ങളാണല്ലോ. അപ്പൊ നോർത്ത് എന്ന് പറയുന്നത് കരിയറാണ്, തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി തരുന്ന ദിക്കാണ് നോർത്ത്. അപ്പൊ നോർത്ത് ഭാഗത്ത് നമുക്കൊരു വാട്ടർ ആക്ടിവേഷൻ നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ അത് നോർത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതേ സമയം തന്നെ വേറെ ചില ഡയറക്ഷൻസിലും വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം. അത് ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തതിന് ശേഷം ചെയ്യണം. ഫ്ലൈങ് സ്റ്റാർ എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വീട് പണിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷത്തിന് മുമ്പ് ചെയ്ത വീടോ, 50 വർഷത്തിന് മുമ്പ് ചെയ്ത വീടോ, 100 വർഷത്തിന് മുമ്പ് ചെയ്ത വീടോ, ഇന്നലെ ചെയ്ത വീടോ ആയിക്കോട്ടെ, ഇന്നലെ പാല് കാച്ചിയ വീടോ ആയിക്കോട്ടെ, ഈ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം
എപ്പോഴാണ് ഹൗസ് വാമിംഗ് നടന്നത്, ഓക്കെ. ആ ഒരു ഇയർ ഉണ്ടല്ലോ. അതെ. എന്നിട്ട് ഈ വീടിന്റെ ഫേസിംഗ് ഡിഗ്രി, ഉം. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഒരു കണക്കുണ്ട്. അപ്പൊ ഒരു ഫെങ്ഷി മാസ്റ്റർ അതിന്റെ കണക്കെടുക്കുമ്പോൾ ഇതിന്റെ ഓരോ ദിക്കുകൾ 8 ദിക്കുകളാണ് വരുന്നത്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്, 4 കോർണർ, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ 8 ഡയറക്ഷൻ. അപ്പൊ ഇതിന്റെ എന്നിട്ടൊരു ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ വീടിന്റെ സെന്റർ വരുന്ന ഭാഗം. ഇതിൽ ഓരോ ദിക്കിലും ഓരോ 2 നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരും. അതിനാണ് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അത് ലോകത്തുള്ള എല്ലാ വീടുകൾക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ നമ്പറുകൾ അതിനകത്തോട്ടെടുത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, അതായത് ആ നമ്പർ എടുത്ത് ഈ വീടിന്റെ പ്ലാനിലേക്ക് നമ്മൾ വരുമ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഈ വീടിന്റെ വെൽത്ത് സ്പോട്ട് എവിടെയാണ്. ആ വെൽത്ത് സ്പോട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഒരു വാട്ടർ ആക്ടിവേഷൻ കൊടുത്തു നോക്കൂ, ഭയങ്കര റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ട്. മെയിൻലി അപ്പൊ ഇത് മാറിക്കഴിഞ്ഞാൽ വെൽത്തിനെയാണ് ബാധിക്കുന്നത്. വെൽത്തിനെ ബാധിക്കും. ഇപ്പൊ ഈ സൗത്തില് വാട്ടർ എലമെന്റ് വന്നു കഴിഞ്ഞാൽ പേരും പ്രശസ്തി എല്ലാം പോകും. അത് നമ്മൾ നേരത്തെ ഉള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ട് ഒരുപാട് കൺസൾട്ടിങ് അതിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരറിഞ്ഞോ അറിയാതെ വീടിന്റെ തെക്ക് വശത്ത് ഒരുപാട് വീടുകൾ ഇപ്പം മീൻകുളം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വീടിന് ഭംഗി കൂട്ടാൻ വേണ്ടി വീടിന്റെ വെളിയിൽ ആമ്പൽക്കുളം സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൗത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് വലിയ വലിയ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അത് കാരണം എന്തുകൊണ്ടെന്ന് ഒരു മറുചോദ്യമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെങ്ഷു പ്രകാരം അഗ്നി വരേണ്ട സ്ഥലത്ത് ഓപ്പോസിറ്റ് എലമെന്റ് ആയിട്ടുള്ള വാട്ടർ വന്നപ്പോൾ ആ ദിക്ക് വിപരീതമായി. അതിന്റെ സൗഭാഗ്യം ഓട്ടോമാറ്റിക് ആയിട്ട് നഷ്ടപ്പെട്ടു. അപ്പം സൗഭാഗ്യത്തിന് പകരം അവിടെ എന്ത് വന്നു? ദൗർഭാഗ്യം വന്നു. നേരെ റിവേഴ്സ് ആയി. അപ്പൊ പേരും പ്രശസ്തിയും വരേണ്ട സ്ഥലത്ത് വെള്ളം കൊണ്ട് വെച്ചപ്പോൾ അത് കുപ്രസിദ്ധിയായിട്ട് മാറി. സർ, ഇപ്പൊ ഇത് പ്ലേസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇപ്പം ഒരാൾ വീട് കൺസ്ട്രക്ട് ചെയ്തു, ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു പൂളോ ഇനി പ്ലേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല, അവിടെ അതിനുള്ള സ്പേസ് ഇല്ല, എങ്കിലൊരു ഫിഷ് ടാങ്ക് പ്ലേസ് ചെയ്താലും മതിയോ? അവിടെ ഒരു ഫിഷ് ടാങ്ക് വെച്ചാലും മതി. അതേപോലെ തന്നെ നമുക്ക് അരോന മത്സ്യം എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യം ഫുങ്ഷനിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോർത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തെ ലെവലിലോട്ട് നമുക്കൊരു എനർജി അവിടെ ഉണ്ടാവും. അത് നമ്മുടെ വെൽത്ത് സ്പോട്ടിലാണ് ചെയ്യുന്നതെങ്കിലോ അതിനേക്കാൾ റിസൾട്ട് നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീടിന്റെ ഇപ്പൊ ചിലർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നോർത്ത് ഭാഗത്ത് ഒരു അക്വേറിയം വെക്കാനുള്ള ഒരു സാധ്യത കാണത്തില്ല, കാരണം അതിനുള്ളൊരു സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ വെച്ചാലും മതി, നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഈ ഒരു കാര്യങ്ങളൊക്കെ ഭംഗി മാത്രമല്ല, അതിലുപരി ഒരുപാട് മീനിങ് ഉണ്ട്. വെൽത്ത് കൊണ്ടുവരാൻ എനർജി ഉള്ള ഇതാണ് വാട്ടർ എലമെന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഭൂരിഭാഗം വീടുകൾ ഒരു ഫ്രെയിം വർക്ക് പോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയെല്ലാം ഇന്റീരിയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ റൂമുകളെല്ലാം പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എലമെന്റുകൾ ഇപ്പൊ ഈ പ്ലാന്റുകളായാലും പെബിൾസ് ആയാലും ഈ പറയുന്ന ഇതെല്ലാം എലമെന്റുകളാണ്. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷണൽ വുഡ് എലമെന്റ് ആണ്. അതാണ് വീടിനകത്ത് വരുന്ന പെബിൾസ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ്. അതാണ് തന്നെ നമ്മൾ വിൻചിംസ് അല്ലെങ്കിൽ മെറ്റൽ എനർജിയെ കൊണ്ടുവരുന്നതെല്ലാം മെറ്റൽ എനർജീസ് ആണ്. അപ്പൊ ഈ എനർജികൾ അതാത് സ്ഥലങ്ങളിൽ അതിന്റെ ഒരു സൈക്കിൾ അനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ വീടിന് ഭംഗി കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി പ്രോസ്പെരിറ്റിയും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിനൊന്ന് ഓർഡർ ആക്കിയാൽ മാത്രം മതി. പ്ലേസ് ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അതേപോലെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. തീർച്ചയായിട്ടും സാറ് പറഞ്ഞു വരുന്നത്. അപ്പം ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, സാറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള എപ്പിസോഡ് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.